ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. വേദപുസ്തകം നാം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയും വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ അനേകരെ നമുക്ക് കാണാൻ കഴിയും. ദൈവസന്നിധിയിൽ വീഴുക, യേശുവിൻ്റെ പാദത്തിൽ വീഴുക, ദൈവ സാന്നിധ്യമുള്ളിടത്ത് വീഴുക, ഇതെല്ലാം ഒരാന്തരികമായ എളിമയുടെയും ദൈവത്തോടുള്ള റെസ്പെക്റ്റ്, ബഹുമാനത്തിൻ്റെയും ഒരു സൈനാണ്. അത് ദൈവം പ്രസാദിക്കുന്നതാണ്. ദൈവസന്നിധിയിൽ എളിമയുള്ളവരാകുക, ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുക, ഓവൻ റെവറൻസ്. ദൈവ സാന്നിധ്യമുള്ളിടത്ത് ആ റെസ്പെക്റ്റോട് നിൽക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ വിജിലൻ്റ് ആകുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷ ചെയ്യുന്ന രംഗങ്ങളിൽ നാം അലസമായി ഇരിക്കാതിരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ അത് റിസീവ് ചെയ്യുക. ദൈവത്തിൻ്റെ സ്വത്ത്, ഇതെല്ലാം ദൈവം പ്രസാദിക്കുന്നതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് വരുന്നതാണ്. ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. ആമേൻ എന്ന് പറഞ്ഞാൽ തന്നെ അതങ്ങനെ തന്നെയെന്ന്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം നമ്മുടെ ആത്മീയമായ പുരോഗതിക്കും അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കും അത് മുഖാന്തരമാണ്. ഇവിടെ ശീമോൻ പത്രോസ് യേശുവിൻ്റെ കാൽക്കലേക്ക് വീണു. ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി വിശദീകരിക്കുന്നില്ല. ഇനി വിശദീകരിച്ചാലും തീരാത്തൊരു വിഷയമാണത്. യേശുവിൻ്റെ കാൽക്കൽ വീഴുക, യേശുവിൻ്റെ പാദത്തിലേക്ക് വീഴുക, യേശുവിൻ്റെ പാദം കെട്ടിപ്പിടിക്കുക, യേശുവിൻ്റെ പാദം കണ്ണുനീര് കൊണ്ട് കഴുകുക, യേശുവിൻ്റെ പാദത്തിൽ പരിമള തൈലം പൂശുക, സ്വച്ഛ ജഡമാംസി തൈലം പൂശുക. ഇതെല്ലാം വളരെ അനുഗ്രഹകരമാണ്. യേശുവിൻ്റെ പാദത്തിലിരുന്ന് വചനം കേൾക്കുക. ഇല്ലേ, മറിയ യേശുവിൻ്റെ പാദത്തിലിരുന്ന് വചനം കേട്ടു. ഇതിനെല്ലാം ദൈവസന്നിധിയിൽ വലിയ വലിയ വിലയുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും, ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും, ഏതെല്ലാം രോഗങ്ങളാകട്ടെ, കഷ്ടങ്ങളാകട്ടെ, ഏതെല്ലാം കടബാധ്യതകളാകട്ടെ, ഏതെല്ലാം ഞെരുക്കങ്ങളാകട്ടെ, നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാകട്ടെ, ഇല്ലേ, ഇന്ന് മനുഷ്യരെ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അലട്ടുന്ന പ്രശ്നങ്ങൾ അത് ദൈവമക്കളെയും ഉണ്ട്. കർത്താവിന് സ്തോത്രം. അവരെ അലട്ടുന്നതായ പ്രശ്നങ്ങൾ, ഹൃദയത്തിൽ വന്ന മുറിവുകൾ, എത്രയോ ദൈവമക്കൾക്ക് മുറിവുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ദൈവദാസനോട്, കർത്താവിന് വേല ചെയ്തുകൊണ്ടിരുന്ന ഒരു ദൈവദാസനെ എൻ്റെ ഫോണിൽ വിളിച്ചു. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നു, കൃപയാൽ ആ ദൈവദാസൻ്റെ ഉള്ളിൽ ഒരുപാട് മുറിവുണ്ടെന്ന്. ഇങ്ങനെ മുള്ളുകൊണ്ട് മുറിഞ്ഞതുപോലെ ആ ഹൃദയം ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്നത്. പിന്നീട് മുന്നോട്ട് ഞാൻ പോയപ്പോൾ ഒരു കുന്തം കൊണ്ട് ആ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആഴത്തിൽ കുത്തിയിരിക്കുന്ന പോലെ കണ്ടു. ഞാൻ അങ്ങനെ മനസ്സിലാക്കി, ആത്മാവിൽ മനസ്സിലാക്കിയ കാര്യമാണ്. കൃപയാൽ കർത്താവിനെ മനസ്സിലാക്കി തന്നു. ഞാൻ ആ ദേവദാസനോട് അപ്പോൾ തന്നെ ഫോണിലൂടെ പറഞ്ഞു, ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്നല്ലോ. സത്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സത്യമാണ് 100% സത്യമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മുറിവുകൾ, എന്നാൽ മുറിവുണക്കുന്ന യേശുവുണ്ട്. ഹല്ലേലൂയ. എത്ര മുറിഞ്ഞാലും മുറിവുണക്കി തരുന്നൊരു യേശുവുണ്ട്. അതൊരു പ്രത്യേക ശുശ്രൂഷയാണ്. ഹൃദയം ഓപ്പൺ ചെയ്ത് ഡോക്ടർമാർ ശസ്ത്രക്രിയ ചെയ്യും, പക്ഷെ മുറിവുണക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞത് പുറമേയുള്ള ഒരു ഊണ്ടല്ല, ആന്തരികമായ മുറിവുകൾ. ഇന്ന് ആന്തരിക മുറിവുകൾക്ക് പേറി നടക്കുന്ന വലിയൊരു കൂട്ടം ജനമുണ്ട്. ഭർത്താവിൻ്റെ കുത്തുവാക്കുകൾ കേട്ട് ഹൃദയം മുറിഞ്ഞ എത്രയോ ഭാര്യമാര്, ഭാര്യയുടെ ബഹുമാനമില്ലാത്ത പെരുമാറ്റവും അഹങ്കാരവും കൊണ്ട് മുറിവേറ്റ ഭർത്താക്കന്മാരുടെ ഹൃദയങ്ങൾ, മാതാപിതാക്കളുടെ ഹൃദയം മുറിഞ്ഞിരിക്കുന്നു, മക്കളുടെ ഹൃദയം മുറിഞ്ഞിരിക്കുന്നു. ഇന്ന് എത്രയോ മാതാപിതാക്കളാണ് ഹൃദയം മുറിഞ്ഞു കഴിയുന്നത്. കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി പോറ്റി പുലർത്തി അവർ ഉറങ്ങാതെ അവരെ ഉറക്കി, അവർ കഴിക്കാതെ അവർക്ക് ഭക്ഷണം കൊടുത്ത്, അവർ ധരിക്കാതെ കുഞ്ഞുങ്ങളുടെ കുളിര് മാറ്റി, എല്ലാം കൊടുത്ത മാതാപിതാക്കളെ ഇന്ന് അനാഥശാലകളിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. എല്ലാ സുഖവും സൗകര്യവും കൊടുത്തിട്ടുണ്ടെന്നാണ് മക്കളുടെ വാദം. അവിടെ എല്ലാ സുഖവും ഉണ്ട്,
എല്ലാ സൗകര്യങ്ങളുമുണ്ട്, ഞങ്ങൾ മാസാമാസം പൈസ അയച്ചു കൊടുക്കും. പക്ഷേ ആ മാതാപിതാക്കൾക്ക് സ്നേഹം കിട്ടുന്നുണ്ടോ? ഇന്ന് ന്യൂസിലൻഡിലുള്ളതായ ഒരു കുടുംബത്തോട് ഞാൻ സംസാരിച്ചു. ഞാൻ പറയുകയായിരുന്നു, ചില മാതാപിതാക്കളുടെ കുറേ രോഗങ്ങൾ പോലും മക്കളോടൊത്തും മക്കളുടെ മക്കളോടൊത്തും കൊച്ചുമക്കളോടും എല്ലാം ഒത്ത് ജീവിക്കുമ്പോൾ ആ ആഹ്ലാദ തിമിർപ്പിൽ ചില രോഗങ്ങൾ പോലും പോകുമെന്ന്. ഇന്ന് നിരാശയിൽ കഴിയുകയാണ്, ഏകാന്തതയിൽ കഴിയുകയാണ്. എന്നെ കരുതാൻ ആരുമില്ല എന്നുള്ള നിരാശാഭാവത്തോടെ കഴിയുമ്പോൾ ചില രോഗങ്ങൾ ശരീരത്തിലേക്ക് ഇരച്ചു കയറുകയാണ്. ശരീരത്തിൽ മാത്രമല്ല, മനസ്സിലും പോരാ ആത്മാവിലും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു സത്യം പറഞ്ഞു തരാം. അപ്പൻ മറന്നാലും അമ്മ മറന്നാലും പോറ്റി വളർത്തിയ കുഞ്ഞുങ്ങൾ മറന്നാലും അവർ നിങ്ങളെ പരിഗണിച്ചില്ലെങ്കിലും നിങ്ങളെ പരിഗണിക്കുന്ന ഒരാളുണ്ട്. എനിക്ക് നല്ല പരിചയമാണ് ആ വ്യക്തിയെ. ആരാണത്? എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട യേശു. ഞാൻ അങ്ങനെ പറയും എൻ്റെ യേശുവിനെ കുറിച്ച്. എൻ്റെ യേശുവാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. എൻ്റെ യേശുവാണ് എനിക്ക് ഏറ്റവും വിലയേറിയവൻ. എൻ്റെ യേശുവാണ് എൻ്റെ സമ്പത്ത്. എൻ്റെ യേശുവാണ് എൻ്റെ പ്രത്യാശ. എൻ്റെ യേശുവാണ് എൻ്റെ ധൈര്യം. എൻ്റെ യേശുവാണ് എൻ്റെ എല്ലാം എല്ലാം. ആ യേശു നിങ്ങളെ സഹായിക്കും, നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിലേക്ക് ഒന്ന് വന്നാൽ മതി. യേശുവിൻ്റെ സന്നിധിയിലേക്ക് വരണം, യേശുവിൻ്റെ പാദത്തിലേക്ക് വരണം, യേശുവിൻ്റെ പാദം മുത്തണം. ആ പാദം മുത്തിക്കൊണ്ട് കിടക്കുന്നത് എത്ര ആശ്വാസമാണ്. ആ പാദത്തിലേക്ക് അങ്ങ് വീഴുന്നത് എത്ര സുഖമാണ്. ഏതെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ തിരമാല പോലെ, അലമാല പോലെ, കപ്പൽ മുങ്ങുമാറ് അല്ലെങ്കിൽ തോണി മുങ്ങുമാറ്, ഈ തോണിയിലേക്ക് വെള്ളം അടിച്ചു കയറ്റുന്നത് പോലെ പ്രതിസന്ധികളാകുന്ന, പ്രശ്നങ്ങളാകുന്ന ആ വലിയ തിരമാലകൾ നമ്മുടെ ജീവിത തോണിയിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ തളരണ്ട, മനം വാഴണ്ട. പ്രിയവനക്കര, മാന്യയുവാവേ, പ്രിയ സഹോദരി, മാന്യപിതാവേ, നിങ്ങളുടെ മുഖം വാടണ്ട. യേശുവിലേക്ക് വരൂ. യേശു നിങ്ങളെ ആശ്വസിപ്പിക്കും. യേശുവിൻ്റെ പാദത്തിൽ ഒരാൾ വന്നാൽ അവർക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് ഞാൻ പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ നിങ്ങൾ വലഞ്ഞു കഴിയായിരിക്കാം. പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അങ്ങനെ ചിന്തിക്കുന്നവരിൽ ഒട്ടുമുക്കാലും പേര്. കാരണം സ്വത്തും വീടും ഉള്ള സമ്പത്ത് മുഴുവൻ വിറ്റാലും കടം തീരുന്നില്ല. ഇനി എങ്ങനെ സന്തോഷിക്കാൻ? ഉള്ള മക്കൾ അവർ വഴിതെറ്റി നടക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഈ പീസ് മൗണ്ട് ഇന്റർനാഷണൽ മിനിസ്ട്രിയിലുള്ള നമ്മുടെ പ്രെയർ ടീമിലേക്ക് എത്രയോ പേര് വിളിക്കുന്നു, എത്രയോ പേര് പ്രാർത്ഥിക്കാൻ കരഞ്ഞുകൊണ്ട് വിളിക്കുന്നു. അമ്മമാർ വല്ലതും വിളിക്കുമ്പോൾ അവർ പൊട്ടിക്കരയുകയാണ് മക്കളെ ഓർത്ത്. സാറേ, മക്കൾ മദ്യത്തിന് അടിമകളാണ്, കഞ്ചാവിനടിമകളാണ്, അവർ കൂട്ടുകെട്ടിന് അടിമകളാണ്. അവര് രാവിലെ വീട്ടിൽ നിന്ന് പോയാൽ എപ്പോൾ വരുമെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. വന്നാൽ തന്നെ ക്രൂരഭാവത്തോടെ ഞങ്ങൾ നോക്കുന്നു. പേടിയാണ്, എങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾക്കറിയില്ല. ഇങ്ങനെ പറയുന്ന എത്രയോ മാതാപിതാക്കൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങൾ കലങ്ങിക്കഴിയുന്നു. അന്തരീക്ഷം മുഴുവൻ ഇങ്ങനെ കലങ്ങിക്കിടക്കുന്നു. കുടുംബാന്തരീക്ഷം, ദേശത്തിൻ്റെ അന്തരീക്ഷം, രാജ്യത്തിൻ്റെ അന്തരീക്ഷം മുഴുവൻ, എന്തിനെ ലോകം മുഴുവൻ കലങ്ങി മറിഞ്ഞു കിടക്കുന്നു. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും വെല്ലുവിളികളും പോരാട്ടങ്ങളും ഞാനോ നീയോ വലുതെന്നുള്ള ചിന്താഗതികളും. ഏത് ഒരു ശ്വാസം തീർന്നാൽ തീർന്നു പോകാത്ത മനുഷ്യൻ വെല്ലുവിളിക്കുകയാണ്, ഞാൻ നിന്നെ അത് ചെയ്യും, നിന്നെ ഇത് ചെയ്യുമെന്ന്. എന്നാൽ അത് പറഞ്ഞു തീർക്കുന്ന മനുഷ്യൻ അത് ചെയ്തു തീർക്കാൻ കഴിയുമോ എന്നവൻ ചിന്തിക്കുന്നില്ല. കാരണം അവൻ്റെ ജീവിതം നൈമിഷമാണെന്ന് അവൻ ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ഒരു ദൈവമുണ്ടെന്ന് ചിന്തിക്കണം. ഗോഡ് കോൺഷ്യസ് ആയാലേ നമ്മുടെ ജീവിതത്തിൽ ഡെത്ത് കോൺഷ്യസ് വരികയുള്ളൂ. ഹല്ലേലൂയ. ആ ഡെത്ത് കോൺഷ്യസ് വന്നാലേ സോൾ കോൺഷ്യസ് വരികയുള്ളൂ, ആത്മാക്കളെ കുറിച്ച് ചിന്ത വരികയുള്ളൂ. അങ്ങനെ ആത്മാക്കളെ കുറിച്ച് ചിന്ത വരുമ്പോഴാണ് അതേഴ്സ് കോൺഷ്യസ് വരികയുള്ളൂ, മറ്റുള്ളവരെ കുറിച്ച് കോൺഷ്യസ് വരികയുള്ളൂ. ഗോഡ് കോൺഷ്യസ്, ഡെത്ത് കോൺഷ്യസ്, സോൾ കോൺഷ്യസ്, അതേഴ്സ് കോൺഷ്യസ്. ഇത് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങളാണ്. ദൈവത്തെക്കുറിച്ച് ബോധമുള്ളവരാകുക, അവനവൻ്റെ ആത്മാവിനെ കുറിച്ച് ചിന്തയുള്ളവരാകുക. ഇന്ന് അനേകർ ചിന്തിക്കുന്നത് കുറേ നന്മ പ്രവൃത്തികളൊക്കെ ചെയ്തു, ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തു, കുറേ കണ്ടുകാഴ്ച കൊടുത്തു, കുറേ ചർച്ചിലേക്കോ പള്ളിയിലേക്കോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ കുറേ വഴിപാടൊക്കെ കഴിച്ചു, അങ്ങനെ കുറേ മനോഹര പ്രവൃത്തികളൊക്കെ ചെയ്തു. ജീവിതത്തിൽ പാപമൊന്നും മാറുന്നില്ല. ഞാനും അങ്ങ് പൊയ്ക്കൊള്ളും, കാരണം എനിക്ക് സ്ഥാനവും മാനവും എല്ലാം ഉണ്ട്. സമൂഹത്തിൽ സ്ഥാനം, പള്ളിയിൽ സ്ഥാനം, ചർച്ചിൽ സ്ഥാനം, ഇടവകയിൽ സ്ഥാനം, ദേശത്തെ സ്ഥാനം, രാഷ്ട്രീയത്തിൽ സ്ഥാനം. തലയുയർത്തി നടക്കുകയാണ്. പക്ഷെ മോനെ, നിന്റെ ആത്മാവിന്റെ കാര്യം നീ ചിന്തിച്ചോ? ആത്മാവിനെ കരുതിടാതെ, അന്തമോർക്കാതെ എവിടേക്കോ നിൻ യാത്ര. മകനെ, നിന്റെ യാത്ര എവിടേക്ക്?
മകളെ നിന്റെ യാത്ര എവിടേക്ക്? അവസാനം എന്താകും? ഒടുവിൽ എന്താകും? ചിന്തിക്കണം. നാം ഡെഡ് കോൺഷ്യസ് ഉള്ളവരാകണം, സോൾ കോൺഷ്യസ് ഉള്ളവരാകണം, നാം ഗോഡ് കോൺഷ്യസ് ഉള്ളവരാകണം, നാം അതേഴ്സ് മറ്റുള്ളവരെ കുറിച്ച് കോൺഷ്യസ് ഉള്ളവരാകണം. എൻ്റെ പ്രിയരെ, നാം ഇറ്റേണിറ്റിനെ കുറിച്ച് കോൺഷ്യസ് ഉള്ളവരാണ്. നിത്യതയുണ്ട്. ചെല്ലു പറയും മരിച്ചാൽ അങ്ങ് തീർന്നു, പിന്നെ എന്നെ അറിയാനാ? അല്ലല്ല, മരണത്തിന്റെ അവസാന നിമിഷം അറിയാം മോനെ. മരണത്തിന്റെ അവസാന നിമിഷം അറിയാം എങ്ങോട്ടാ പോകുന്നതെന്ന്. അതുകൊണ്ടല്ലേ ചിലർ മരിക്കുമ്പോൾ അവർ ബഹളം വയ്ക്കും, കാർക്കിച്ചു തുപ്പും, അടുത്ത് നിൽക്കുന്നവരെ കൈപിടിച്ച് അവർ മാന്തിപ്പറിക്കും, അവരാക്രോശിക്കും. എന്തുകൊണ്ട്? അവർ കണ്ടു കഴിഞ്ഞു നരകം. എന്നാൽ ചിലർ ശാന്തസുന്ദരമായി കർത്താവിനെ സ്തുതിക്കും. ഞാൻ പോവുകയാണെന്ന് പറയും, ഞാൻ അക്രദേശം കണ്ടു എന്ന് പറയും, ഓ മരണം എത്ര സുന്ദരമോ എന്ന് പറയും, സ്വർഗം എത്ര മനോഹരമോ എന്ന് പറയും. കർത്താവിനെ കാണുകയാണ്, അവർ സ്വർഗരാജ്യം കാണുകയാണ്. ഇത് സംഭവിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് മരണത്തിന്റെ അവസാന സമയം ചെല്ലുമ്പോൾ എല്ലാം വെളിപ്പെട്ടു വരും. അന്നൊന്നും ചെയ്യാൻ പറ്റിയല്ല. അയ്യോ എന്ന് കൈകാലിട്ടടിച്ചാൽ കാര്യമില്ല. ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്നാണ് മോനെ, ഇന്നാണ് മകളെ, ഇന്നാണ് സുപ്രസാദകാലം, ഇന്നാണ് രക്ഷാ ദിവസം. രക്ഷകനിലേക്ക് വരൂ, യേശുവിലേക്ക് വരൂ, യേശുവിന്റെ പാദത്തിൽ വീഴൂ, യേശുവിന്റെ സന്നിധിയിൽ കടന്നു വരൂ, യേശുവിന്റെ പാദം കെട്ടിപ്പിടിക്കൂ. അപ്പോ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി എന്ന് ആ മകൻ പറഞ്ഞു, ഇളയ മകൻ പറഞ്ഞതുപോലെ യേശുവിന്റെ പാദം കെട്ടിപ്പിടിച്ച നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം വീഴ്ചകളോ താഴ്ചകളോ പരാജയങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ യേശുവിനോട് ഒന്ന് പറഞ്ഞാൽ മതി, അപ്പാ ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തു പോയി, അങ്ങയുടെ മകൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. ആ വാക്ക് പറയുമ്പോൾ പറഞ്ഞു മുഴുവൻ തീർപ്പിക്കുകയില്ല. യേശു നമ്മെ ചേർത്ത് ആലിംഗനം ചെയ്യും. യേശു തൻ്റെ സ്നേഹം തമ്മിൽ പകരും. യേശു തൻ്റെ ആടിപ്പഴുതുള്ളവരെ നമ്മളെ ശിരസിൽ വയ്ക്കും. ഇതെല്ലാം എൻ്റെയും അനേകാര്യങ്ങളുടെയും അനുഭവങ്ങളാണ്. ഈ സ്വർഗീയ അനുഭവത്തിലേക്ക് നിങ്ങളും വരൂ പ്രിയരെ. യേശുവിൻ്റെ പാദത്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഒരു സഭയിലേക്കല്ല, ഒരു മതത്തിലേക്കല്ല, ഒരു ചർച്ചിലേക്കല്ല, ഒരു കൂട്ടായ്മയിലേക്കുമല്ല, യേശുവിൻ്റെ പാദത്തിലേക്ക്. യേശുവിൻ്റെ പാദത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളോ ആത്മീയമായ ഏതെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ നിങ്ങളുടെ ചില വേദനാ വിഷയങ്ങൾ പങ്കുവയ്ക്കാനോ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ നിങ്ങളും പ്രാർത്ഥിക്കണം പ്രിയരെ. നിങ്ങൾ ഓരോരുത്തരും യേശുവിനോട് പ്രാർത്ഥിക്കണം, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് കർത്താവ് മാറ്റങ്ങൾ തരും. വിശ്വസിക്കൂ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.